നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ള രണ്ട് PSU സെക്ടറിലെ സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് കുക്കു FM ആപ്പുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്ക് കടക്കാം. പല പഴയ വീഡിയോകൾ വഴിയും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഒരു ഓഡിയോ കണ്ടന്റ് പ്ലാറ്റ്ഫോമാണ് കുക്കു FM. സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല പുസ്തകങ്ങളുടെയും ഓഡിയോ കണ്ടന്റ് കുക്കു FM എന്ന പ്ലാറ്റ്ഫോമിൽ ലഭ്യവുമാണ്. കുക്കു FM അതിന്റെ ഫ്രീ ട്രയൽ ഓഫർ കൊണ്ടുവന്നിരിക്കുന്നു. 2 രൂപ നൽകി കുക്കു FMന്റെ പ്രീമിയം ഫീച്ചറുകൾ 7 ദിവസത്തേക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിനുവേണ്ടി ചാനലിന്റെ സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി കുക്കു FM ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഫ്രീ ട്രയൽ അവൈൽ ചെയ്യാവുന്നതാണ്. 7 ദിവസത്തെ ഫ്രീ ട്രയലിന് ശേഷം കുക്കു FM എന്ന ആപ്പ് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കുക്കു FMന്റെ സെറ്റിംഗ്സിലുള്ള ഓട്ടോ പേയ്മെന്റ് വഴി ഫ്രീ ട്രയൽ ഓഫ് ചെയ്യാവുന്നതുമാണ്. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ പോസിറ്റീവ് മാർക്കറ്റ് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് IRFC. ശനിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ IRFCയുടെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാകാൻ സാധ്യതയുള്ളതിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് 10% ഉയർന്ന് 173 രൂപ 30 പൈസയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 2.26 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 37.28, ഡിവിഡൻഡ് yield 0.87%, 52 വീക്ക് ഹൈ 192, 52 വീക്ക് ലോ 31 രൂപ 20 പൈസ. IRFCയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 34% വർദ്ധിച്ചു 1285 കോടിയിൽ നിന്നും നെറ്റ് പ്രോഫിറ്റ് 1717 കോടിയിലേക്കാണ് ഉയർന്നത്. കമ്പനിയുടെ റവന്യൂ മാർച്ച് ക്വാർട്ടറിൽ 1.73% ഉയർന്ന് 6193 കോടിയിൽ നിന്നും 6473 കോടിയിലേക്കെത്തി. എൻറ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ IRFCയുടെ പെർഫോമൻസ് നോക്കിയാൽ നെറ്റ് പ്രോഫിറ്റ് 6167 കോടിയിൽ നിന്നും 6412 കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 70 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫൈനൽ ഡിവിഡൻഡാണ് പ്രഖ്യാപിച്ചത്. ഇതിനു മുൻപ് 2023 നവംബർ മാസത്തിൽ 80 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഇൻട്രിം ഡിവിഡൻഡും പ്രഖ്യാപിച്ചിരുന്നു. IRFCയുടെ 50,000 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യാനുള്ള പ്ലാനിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അപ്രൂവൽ ലഭിച്ചു എന്നുള്ളതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. സീറോ കൂപ്പൺ ബോണ്ട്, പെർപെക്ച്വൽ ബോണ്ട്, സബോർഡിനേറ്റ് ബോണ്ട്, മാർക്കറ്റ് ലിങ്ക്ഡ് ബോണ്ട് എന്നിവ വഴിയാണ് കമ്പനി 50,000 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യുന്നത്. 2024-25 വർഷത്തിലേക്കുള്ള ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് കമ്പനി ഫണ്ട് റേസ് ചെയ്യുന്നത്. ഇതും IRFCയെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. IRFC എന്ന സ്റ്റോക്ക് 178 എന്ന ലെവലിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. 185, 192 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിന്റെ പ്രധാന റെസിസ്റ്റൻസ് ആണ്. 190 എന്ന റെസിസ്റ്റൻസിനെ റീടെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് അവിടെ നിന്നും സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യതയും IRFCയിലുണ്ട്. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ പോസിറ്റീവ് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ശനിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ 9% ഉയർന്ന് 289 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 1.89 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 53.06, ഡിവിഡൻഡ് yield 0.7%, 52 വീക്ക് ഹൈ 249, 52 വീക്ക് ലോ 105. IRFC, ഭാരത് ഇലക്ട്രോണിക്സ് പോലുള്ള സ്റ്റോക്കുകൾ അതിന്റെ 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഈ സ്റ്റോക്കുകളിലെ ഓപ്പർച്യൂണിറ്റി നമ്മൾ പരിഗണിക്കുമ്പോൾ വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ ലിമിറ്റഡ് ക്യാപിറ്റൽ മാത്രമേ ഉപയോഗിക്കാവൂ. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ നെറ്റ് പ്രോഫിറ്റ് 30% വർദ്ധിച്ച് 1797 കോടിയിലേക്കെത്തി. 1382 കോടിയിൽ നിന്നും 1797 കോടിയിലേക്കാണ് മാർച്ച് ക്വാർട്ടറിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ പ്രോഫിറ്റ് ഉയർന്നത്. കമ്പനിയുടെ റവന്യൂ 32% വർദ്ധിച്ച് 6479 കോടിയിൽ നിന്നും 8564 കോടിയിലേക്കെത്തി. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 80 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി എൻറ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാൽ അവിടെ റവന്യൂവിൽ 14.5% വളർച്ച കമ്പനി കൈവരിച്ചു. 17,333 കോടിയിൽ നിന്നും റവന്യൂ 19,819 കോടിയിലേക്ക് കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു. ഇതോടൊപ്പം തന്നെ 2024 ഫെബ്രുവരി മാസത്തിൽ കമ്പനിക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും 2269 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിരുന്നു. ശക്തി വാർഫെയർ സിസ്റ്റത്തിന്റെ പ്രൊക്യൂർമെന്റും ഇംപ്ലിമെന്റിനും വേണ്ടിയുള്ള ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. ബെൽ എന്ന കമ്പനിയുടെ ഓർഡർ ബുക്ക് പരിശോധിച്ചാലും വളരെ സ്ട്രോങ് ഓർഡർ ബുക്ക് ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. 240 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് വന്നതിന് ശേഷം സ്റ്റോക്ക് 258 ട്രേഡ് ചെയ്യുന്നു. ബെൽ എന്ന സ്റ്റോക്കിൽ ഫ്രഷ് പൊസിഷൻ എടുക്കുന്നതിന് മുൻപ് സ്റ്റോക്ക് 240 എന്ന ലെവൽ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് സ്റ്റോക്കിലെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.